ജോൺ ബ്രിട്ടാസ്, അത് അമേരിക്കൻ യു എസ് പെട്രോൾ ആഘോഷത്തോടെ ഇറക്കിയ വീഡിയോ ആണ്. എന്താണ് അവിടെ നിന്ന് വരുന്ന കുടിയേറ്റക്കാരെ കൈവിലങ്ങണിഞ്ഞ് കാലിൽ കൂച്ചുവിലങ്ങണിഞ്ഞ് വിമാനത്തിലെ കാട്ടിത്തെളിക്കുന്ന ദൃശ്യങ്ങളാണ്. ജോൺ ബ്രിട്ടാസ്, നേരത്തെ ഉണ്ടായിട്ടുണ്ട് അമേരിക്കൻ കുടിയേറ്റക്കാർക്ക് അവർക്ക് ഇഷ്ടമെങ്കിൽ അവിടെ തുടരണം എന്ന് വാശി പിടിക്കാൻ പറ്റത്തില്ല. നേരത്തെയും കുടിയേറ്റക്കാർ ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ട്. ഇക്കുറി പക്ഷേ ഈ കൈകെട്ടി ഈ കാലുകെട്ടി കൂച്ചുവിലം കൊണ്ടുന്ന അപമാനത്തിന് ഇന്ന് സഭയിൽ മന്ത്രി ജയശങ്കർ പറഞ്ഞ മറുപടി ന്യായമായ മറുപടിയാണോ, തൃപ്തികരമായ മറുപടിയാണോ ശ്രീ ജോൺ ബ്രിട്ടാസ്? ഒരു ഇന്ത്യൻ പൗരൻ നിലയ്ക്ക്, ഒരു ജനപ്രതിനിധി നിലയ്ക്ക് തലകുനിക്കേണ്ടി വരുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇന്ന് വിദേശകാര്യമന്ത്രി പാർലമെൻറ്റിൻ്റെ ഇരുസഭകളിലും പ്രസ്താവന നടത്തി. രാജ്യസഭയുടെ കീഴ്വഴക്കപ്രകാരം പ്രസ്താവനയ്ക്ക് മേൽ ചോദ്യങ്ങൾ ചോദിക്കാൻ അംഗങ്ങൾക്ക് അവകാശമുണ്ട്. ഞാൻ ഉൾപ്പെടെ ഉള്ള ഏതാനും അംഗങ്ങൾ ചോദ്യം ചോദിച്ചു. ആ ഒരു 6 ഖണ്ഡിക വരുന്ന ആ പ്രസ്താവന ഒരുപക്ഷെ ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ ഒരു വഴിത്തിരിവിൽ, ഒരു വഴിത്താരയിൽ ദാസ്യ മനോഭാവത്തിൻ്റെ ഏറ്റവും വലിയ ഉദ്ഘോഷമായിരുന്നു. ഇന്ത്യക്കാർ കാൽച്ചങ്ങലയിട്ട് കയ്യാമം വെച്ച് അവരെ ഇങ്ങോട്ട് ഒരു സൈനിക വിമാനത്തിൽ പറഞ്ഞു വിടുമ്പോൾ നമ്മുടെ ആത്മാഭിമാനത്തിനേറ്റ മുറിവ്. ഒരുപക്ഷെ ഞങ്ങൾ പ്രതീക്ഷിച്ചത് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ചെറുതായെങ്കിലും ഇന്ത്യക്കാരൻ്റെ അമർഷം, വിയോജിപ്പ്, പ്രതിഷേധം അവിടെ രേഖപ്പെടുത്തുമെന്നാണ്. ഒരു കാര്യം വ്യക്തമാക്കണം, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ, കൊളംബിയ പോലുള്ള രാജ്യങ്ങൾ, മെക്സിക്കോ പോലുള്ള രാജ്യങ്ങൾ, ഇപ്പം കൊളംബിയ എന്നുള്ള രാജ്യത്തിൻ്റെ ജനസംഖ്യ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു സംസ്ഥാനത്തിൻ്റെ ജനസംഖ്യയ്ക്ക് അത്രയും വരുള്ളൂ, 5 കോടിയേ വരുള്ളൂ. ആ പല രാജ്യങ്ങളും ഇവരുടെ സൈനിക വിമാനങ്ങളെ ആദ്യം മടക്കി അയച്ചു, 5 കോടി ജനസംഖ്യയുള്ളത്. അതിനുശേഷം പ്രോട്ടോക്കോൾ വേണമെന്ന് പറഞ്ഞു. അതിനുശേഷം കൊളംബിയ അവരോട് പറഞ്ഞു, അതായത് ഞങ്ങൾ വിമാനം അയക്കാം, ആ വിമാനത്തിൽ കയറ്റി മാന്യമായി അവരെ തിരിച്ചയക്കണമെന്ന്. ഇന്ത്യ എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ്. മൈ ഫ്രണ്ട് ട്രംപ് എന്നാണ് നരേന്ദ്രമോദി ട്രംപിനെ അഭിസംബോധന ചെയ്യുന്നത്. അമേരിക്കൻ വിദേശ നയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചങ്ങാതിയായിട്ട് സ്വയം അവതരിക്കുന്ന ആളാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി. അപ്പോഴാണ് ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായിട്ട് ഇത്രയും നിഷ്ഠൂരമായ രീതിയിൽ, അതായത് ഒരു മനുഷ്യൻ്റെ ഒരു ബേസിക്കായിട്ടുള്ള ഡിഗ്നിറ്റി, അന്തസ്സ് കാറ്റിൽ പറത്തിക്കൊണ്ട് അവരെ ഇങ്ങോട്ട് മൃഗങ്ങളെ കയറ്റി അയക്കുന്നത് പോലെ അയച്ചത്. ഞങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾ ഒരുപക്ഷെ ഇന്നത്തെ രാജ്യസഭാ നടപടിക്രമങ്ങൾ വീക്ഷിച്ചിരുന്ന ആൾക്കാർക്ക് മനസ്സിലാവുന്നൊരു കാര്യമുണ്ട്. ഇന്നേ വരെ ഒരു ക്യാബിനറ്റ് മന്ത്രി, പ്രത്യേകിച്ച് ഒരു വിദേശ മന്ത്രി, ഇതുപോലെ ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറിയിട്ടില്ല. അദ്ദേഹം ബ്യൂറോക്രാറ്റിക് ആയിട്ടും നയതന്ത്രപരമായിട്ടുമുള്ള ചില ജാർഗൺസിൽ അഭിരമിച്ചു കൊണ്ടിരിക്കുകയല്ലാതെ കൃത്യമായ ഒരു ചോദ്യവും, ഇതിനു മുമ്പ് മിലിറ്ററി പ്ലെയിനിലാണോ നമ്മുടെ ഇന്ത്യക്കാരെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്, മറുപടിയില്ല. ഇതിനു മുമ്പ് കയ്യാമം വെച്ചാണോ കൊണ്ടുവന്നത്, മറുപടിയില്ല. ഇതിനു മുമ്പ് കാലിൽ ചെങ്ങലയിട്ടിരുന്നോ, മറുപടിയില്ല. ഇന്റർനാഷണൽ പ്രോട്ടോകോൾ പ്രകാരം നിയതമായിട്ടുള്ള രീതികൾ ഒരാളെ നാടുകടത്തുമ്പോൾ വേണമെന്നുണ്ട്. ആ അന്താരാഷ്ട്ര ചാർട്ടറിൽ ഒപ്പുവെച്ച രാജ്യമെന്ന നിലയിൽ നമ്മുടെ രാജ്യത്തിൻ്റെ പൗരന്മാർക്ക് ലഭിക്കേണ്ട ചില അവകാശങ്ങളുണ്ട്. അത് പാലിക്കപ്പെട്ടോ? മിണ്ടുന്നില്ല. അതിനേക്കാൾ പ്രധാനപ്പെട്ടൊരു കാര്യം, 2022 ജനുവരിയിൽ പാർലമെൻറ്റിൽ വിദേശകാര്യമന്ത്രി മറുപടി പറഞ്ഞപ്പോൾ ചൂണ്ടിക്കാണിച്ചൊരു കാര്യമുണ്ട്. ഏത് നാടുകടത്തിലും ആദ്യം ഞങ്ങളുടെ എംബസിയും കൗൺസിലേറ്റുമായി ചർച്ച ചെയ്ത് അവരുടെ അനുമതിയോടുകൂടി മാത്രമേ നടത്താൻ പാടുള്ളൂ എന്ന്. ഞാൻ വേണമെങ്കിൽ ആ ചോദ്യത്തിൻ്റെ ഉത്തരം എപ്പോഴാണെന്ന് പറയാം. 28/7/2022 രാജ്യസഭയിൽ നമ്മുടെ എംബസിയെയും കൗൺസിലേറ്റിനെയും അവർ ഉൾപ്പെടുത്തിയിരുന്നു. മറുപടിയില്ല. എത്ര പേരെ ഇനി അമേരിക്ക നാടുകടത്തും? മറുപടിയില്ല. എന്തുകൊണ്ട് നമുക്ക് യാത്രാ വിമാനങ്ങൾ അങ്ങോട്ട് അയച്ചു കൊടുക്കാൻ പറ്റില്ല? മറുപടിയില്ല. ഒരു സൈനിക വിമാനം നമ്മുടെ അതിർത്തിയിൽ പ്രവേശിക്കുമ്പോൾ അത് നമ്മുടെ പരമാധികാരത്തിന് നേർക്കുള്ള ഒരു ചോദ്യചിഹ്നമല്ലേ? അല്ല ബ്രിട്ടാസ്, ഇവർ കുറ്റവാളികളല്ല.
അല്ല ബ്രിട്ടാസ്, ഇവർ കുറ്റവാളികളല്ല, ഇവര് ഇവർ മയക്കുമരുന്ന് മാഫിയക്കാരല്ല, ഇവർ ബലാത്സംഗികളല്ല. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇറങ്ങുമ്പോൾ പഞ്ചാബ് പോലീസ് പിടിച്ച് അകത്തിടേണ്ടതാണ്. ഒരറസ്റ്റ് പോലും ഉണ്ടായത് നമുക്കറിയില്ല. അവർ ചെയ്ത തെറ്റ് കുടിയേറ്റം തെറ്റാണ് നമുക്കറിയാം. ഒരുപാട് രാജ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുടിയേറ്റം ഉണ്ടാവുന്നുണ്ട്. എന്നിട്ട് അവരുടെ കയ്യും കാലും ബന്ധിച്ച് ആ വീഡിയോ എടുത്ത് ലോകത്തിന് കാണിച്ചു കൊടുക്കാനുള്ള സാഡിസം. നമ്മൾ സൗഹൃദ രാഷ്ട്രമാണെന്നുള്ള വെപ്പ്. നമ്മുടെ പ്രധാനമന്ത്രിയുടെ ഫ്രണ്ടാണല്ലോ ഈ പറയുന്ന ട്രംപ്. എന്നിട്ടും നമ്മളോട് കാണിക്കുന്ന എന്തിനാണ് ബ്രിട്ടാസ് ഇക്കാര്യങ്ങൾ? ഈ നെറികേട്, മര്യാദകേട്. ഹാഷ്മി, ഒരു കാര്യം മനസ്സിലാക്കണം. അതായത് ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ, ഇന്ത്യൻ വിദേശകാര്യ വക്താവിൻ്റെ ഒരു പ്രതികരണം ഇന്നലെ വന്നിരുന്നു. അതായത് ഗോഠിമാലയിലേക്ക് കൊണ്ടുപോയ ആൾക്കാരെയാണ് കാലിൽ ചെങ്ങലയിട്ടത്, ഇന്ത്യക്കാരെയല്ല, തെറ്റായ ചിത്രമാണ് പ്രചരിപ്പിക്കുന്നതെന്നും പറഞ്ഞ് ഇന്ത്യൻ വിദേശകാര്യ വക്താവ് കഴിഞ്ഞ ദിവസം ഇന്നലെ ഇവിടെ ഒരു പത്രപ്രസ്താവന നടത്തിയിരുന്നു. അതിൻ്റെ പ്രതിഫലനം എന്തായിരുന്നറിയോ? അതിൻ്റെ പ്രതികരണം എന്ന നിലയിലാണ് US ബോർഡർ പെട്രോള് ഇന്ന് അവർ ഈ ഇന്ത്യൻ പൗരന്മാർക്ക് അവരുടെ കാലിൽ ചെങ്ങലയിടുന്ന പടം അവർ പോസ്റ്റ് ചെയ്തു, ആ വീഡിയോ പോസ്റ്റ് ചെയ്തു. എന്നിട്ട് ഇത് അമേരിക്കക്കാരൻ്റെ ദേശസ്നേഹത്തിൻ്റെ പ്രതീകമായിട്ട് അവർ കൊട്ടിഘോഷിച്ചു. ഏറ്റവും ശ്രദ്ധേയമായൊരു കാര്യം, അമേരിക്ക എന്ന രാജ്യം ഉണ്ടായതിൻ്റെ കുടിയേറ്റത്തിലൂടെയാണ്. യഥാർത്ഥത്തിൽ അമേരിക്കയിൽ ജീവിക്കുന്ന ആൾക്കാരുടെ എണ്ണം, എത്ര പേർ അവിടെ ജനിച്ചവരുണ്ട്, എത്ര പേർ കുടിയേറിയവരുണ്ട്, എത്ര പേർ അവിടെയുള്ള പൗരന്മാർ വേറെ ഏതെല്ലാം രാജ്യങ്ങളിൽ ജനിച്ചവരാണ്. ഇപ്പോൾ ഈ എലോൺ മസ്ക് ഉൾപ്പെടെയുള്ള ആൾക്കാർ, എത്രയോ ആൾക്കാർ. നേറവകാശി എന്ന് പറയുന്നത് ഈ ട്രംപിന്റെ ആദ്യ ഭാര്യ രണ്ടാമത്തെ ഭാര്യ ഒക്കെ ഏത് രാജ്യക്കാരാ? ട്രംപിന്റെ തന്നെ കുടിയേറ്റ പാരമ്പര്യമോ? അത് മാത്രമല്ല അമേരിക്കയിലെ എല്ലാ പ്രസിഡന്റുമാരും അടിവരയിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. കുടിയേറ്റത്തിലൂടെ രൂപീകൃതമായ പരിഷ്കൃത രാഷ്ട്രമാണ് ഞങ്ങൾ. കുടിയേറ്റത്തിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു. ഞങ്ങളുടെ വാതായനം മറ്റുള്ളവർക്ക് തുറന്നിട്ട് കൊടുത്ത് അവരുടെ മസ്തിഷ്കം അമേരിക്കയിലേക്ക് വന്നതുകൊണ്ടാണ് അമേരിക്ക സമ്പൽ സമൃദ്ധമായ രാജ്യമെന്ന് പറയുന്നു. ഇന്ത്യക്കാരൻ്റെ മസ്തിഷ്കം ഉപയോഗിച്ച് വളർന്ന ആ രാജ്യം ഇന്ത്യക്കാരോട് ഇങ്ങനെയാണോ ചെയ്യേണ്ടിയിരുന്നത്? ഓരോ വിദേശ നയത്തിൻ്റെ മുമ്പിലും സ്വാഭാവികമായിട്ട് അമേരിക്കയോട് താതാത്മ്യം പ്രാപിച്ച് അവരോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചൊരു ചരിത്രമാണ് കഴിഞ്ഞ 10 വർഷമുണ്ടായത്. ഞാൻ വളരെ ഒരുപക്ഷെ ആരും പറയാത്തൊരു കാര്യമുണ്ട്, ഷോക്കിംഗ് ആയ ഒരു കാര്യം. അതായത് ഇന്ന് വിദേശകാര്യ മന്ത്രിയോട് ചോദിച്ചപ്പോൾ അദ്ദേഹം മറച്ചു വച്ചൊരു കാര്യമുണ്ട്. ഈ ഒരു ദൗർഭാഗ്യം നമ്മുടെ ഇന്ത്യൻ പൗരന്മാർക്ക് ഉണ്ടാകാൻ കാരണം എന്താണ്? 2024 നവംബറിൽ US ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റം എൻഫോഴ്സ്മെൻറ്റ് ICE അൺകോപ്പറേറ്റീവ് കൺട്രീസ്, അതായത് സഹകരിക്കാത്ത, നിസ്സഹകരിക്കുന്ന, ഈ നാടുകടത്തലിൽ നിസ്സഹരിക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയിലാണ് ഇന്ത്യയെ ഉൾപ്പെടുത്തിയത്. ഇതിപ്പോൾ പുറത്തേക്ക് വരുന്ന വിവരമാണ്. 2024 നവംബറിൽ ഉൾപ്പെടുത്തിയപ്പോൾ അതിനുശേഷമാണ് മൈ ഫ്രണ്ട് ട്രംപ് എന്ന് പറഞ്ഞത്. ഈ 2024 നവംബറിൽ ഈ റിപ്പോർട്ട് വന്നപ്പോൾ എന്ത് നടപടിയാണ് ഇന്ത്യ സർക്കാർ കൈക്കൊണ്ടത്? എന്തുകൊണ്ട് ഇന്ത്യ സർക്കാരിന് അമേരിക്കൻ ഭരണകൂടവുമായി ബന്ധപ്പെട്ടിട്ട് ഈ പറഞ്ഞ നാടുകടത്തപ്പെടേണ്ട ആൾക്കാരുടെ ലിസ്റ്റ് ഉണ്ടാക്കി അവരെ ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള നടപടി എടുത്തുകൂടാ? ഇപ്പം ഗൾഫ് രാജ്യങ്ങൾ, ഇപ്പോൾ അമേരിക്ക ആണ് നമ്മുടെ സ്വന്തമെന്ന് പറയുന്നവരുണ്ടല്ലോ, നമ്മളുമായിട്ട് വലിയ സൗഹൃദമില്ലാത്ത രാജ്യങ്ങൾ പോലും ആംനസ്റ്റി പ്രഖ്യാപിച്ച് അവിടെയുള്ള ഇന്ത്യക്കാർക്ക് ഇങ്ങോട്ട് വരാനുള്ള അവസരവും സമയവും സാവകാശവും നൽകാറുണ്ട്. എന്തുകൊണ്ട് അമേരിക്കയുടെ ഏറ്റവും വലിയ നാച്ചുറൽ അലയിൽ നിന്ന് കൊട്ടിഘോഷിക്കുന്ന ഇന്ത്യക്ക്, ഇന്ത്യൻ ഗവൺമെൻറ്റിന് അതുപോലുള്ളൊരു സാവകാശം അമേരിക്കയോട് തേടാൻ കഴിഞ്ഞില്ല? കൊച്ചു കൊച്ചു രാജ്യങ്ങൾ, 4, 5, 3 കോടി ജനങ്ങൾ മാത്രമുള്ള രാജ്യങ്ങൾ പോലും അമേരിക്കയുടെ ഈ ധാർഷ്ട്യത്തിനെതിരെ പ്രതികരിക്കുമ്പോൾ ഈ വലിയ രാജ്യം, ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിന് ഒരു ശബ്ദം പുറത്തേക്ക് വരാത്തത് എന്തുകൊണ്ട്? കമാൻഡ് പ്രതിഷേധത്തിൻ്റെ ഒരു ജ്വാല, ഒരു പ്രതിഫലനം എന്തുകൊണ്ടുണ്ടാകുന്നില്ല? ഒരുപക്ഷെ അടിമത്തം അതിൻ്റെ ജീർണാവസ്ഥയിൽ നമ്മൾ ഇന്ന് കാണുന്ന ഒരു രംഗമാണ് ഇന്ന് രാജ്യസഭയിൽ ഞങ്ങൾക്ക് ദർശിക്കാൻ കഴിയും. പൗരൻ എന്ന നിലയിൽ, MP എന്ന നിലയിൽ ലജ്ജിക്കേണ്ട നിമിഷങ്ങളാണ്.